ഓക്കെ, അനിൽ വേളയിൽ നമ്മൾ ഈ ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമല ക്ഷേത്രത്തിനെ തകർക്കുക എന്നുള്ളത് കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. ശബരിമല ക്ഷേത്രം വെട്ടിപ്പൊളിക്കപ്പെട്ടപ്പോഴും ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ചപ്പോഴും കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തിരിക്കുന്ന ആരാണ്? ശബരിമല എന്താണെന്ന് പോലും അറിയാത്ത ദ യങ് ലോയേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിന്റെ പ്രസിഡന്റ് ആരാണ്? നൌഷാദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മുസ്ലിമാണ് കേസ് കൊടുത്തത്. പ്രേരണാകുമാരി, അതേപോലെ തന്നെ പ്രേരണാകുമാരി, സുധാപാൽ തുടങ്ങിയ ഹൈന്ദവ സ്ത്രീകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് വേണ്ടി കേസ് കൊടുത്തത്. എന്തുകൊണ്ടാണ് ഈ നൌഷാദ് ഞങ്ങളുടെ മതത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് പള്ളിയിൽ കയറാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാതിരുന്നത്? എന്താണ്? അതാണ് പറയുന്നത്. ഇത് കൃത്യമായ ചില അജണ്ടകളാണ്. ശബരിമലയുടെ ചൈതന്യത്തെ തകർക്കാനുള്ള ആസൂത്രിതവും അന്താരാഷ്ട്ര തലത്തിലുള്ളതുമായിട്ടുള്ള ചില ഇടപെടൽ ഇതിന്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് ആദ്യം കേസ് കൊടുത്ത പ്രേരണാകുമാരി ഉൾപ്പെടെയുള്ള ആൾക്കാർ പിന്നീട് അതിനകത്തുനിന്ന് പിൻവാങ്ങി. ഹാപ്പി ടു ബ്ലീഡ് എന്ന് പറയുന്ന ഒരു സംഘടന NGO ആണ് പിന്നീട് അതിനകത്തെ കക്ഷി ചേർന്നത്. ആത്യന്തികമായി നോക്കുമ്പോൾ ഈ കേസിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും വാദികളായിരുന്ന എല്ലാവരും തന്നെ പിൻവാങ്ങിയ ഒരു കേസായിരുന്നു ഇത്. ഇതിനകത്തെ വാദിയും പ്രതിയും പിന്നീട് ആരായി മാറി? സംസ്ഥാന സർക്കാരായി മാറി. അതാണ് ഈ കേസിന്റെ ഏറ്റവും ആത്യന്തികമായുള്ള നാൾവഴി. അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിനെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തിയതിന്റെ ഇരയാക്കപ്പെട്ട സ്ഥാപനമാണ് ശബരിമല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നൌഷാദിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കേസ് കൂടാണിത്. അതുപോലെ തന്നെ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞത് തെറ്റാണ്. ശബരിമലയില് അത്തരത്തിലുള്ള ഒരു നട തുറന്ന സംഭവം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് അല്ലെങ്കിൽ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് അതിനുള്ള അധികാരമൊക്കെ ഉണ്ടെന്നേ. തന്ത്രിക്കുള്ള അധികാരം അദ്ദേഹം വിനിയോഗിച്ചു. യുവതികളൊന്നും കയറിയിട്ടേ ഇല്ല. കർശനമായ രീതിയിൽ നിങ്ങളുടെ പോലീസാണ് അതിനെയൊക്കെ വിലക്കുന്നത്. ഇപ്പോൾ